നമസ്കാരം. സൗദി അറേബ്യയ്ക്ക് നിക്ഷേപത്തിന് സൗകര്യമൊരുക്കാൻ ഇന്ത്യ ആലോചിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നേരത്തെ UAEക്ക് നൽകിയതിന് സമാനമായ ഇളവുകൾ സൗദി അറേബ്യയ്ക്കും നൽകും. ഇതുവഴി വലിയ നിക്ഷേപം ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ $10,000 കോടി നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചുവടുകൾ മാത്രമേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധ്യമായിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ സൗദിയുടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആലോചന. കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഇളവുകൾ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും കോടികളുടെ നിക്ഷേപമുണ്ടെന്ന് സൗദി അറേബ്യയ്ക്കുണ്ട്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴിയാണ് സൗദിയുടെ എല്ലാ നിക്ഷേപങ്ങളും. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ മേഖലകളിലെല്ലാം PAFന്റെ നിക്ഷേപം കോടികളാണ്. PAFന്റെ കൂടുതൽ ഇളവുകൾ നൽകി സൗകര്യം ഒരുക്കാനാണത്രേ ഇന്ത്യ ആലോചിക്കുന്നത്. ബാങ്കിന്റെ ഭാഗമായി നികുതി ഇളവുകളും നൽകും. ജോലി അവസരങ്ങൾ, ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിലും ഊർജ്ജ രംഗത്തും നിക്ഷേപം ഇറക്കാനാണ് സൗദി അറേബ്യ ആലോചിക്കുന്നത്. ബിൻ സൽമാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇതിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ച വേളയിൽ തുടർ ചർച്ചകൾ നടന്നു. മോദി ബിൻ സൽമാൻ ചർച്ചയാണ് പുതിയൊരു ഇളവുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒട്ടേറെ ജോലി സാധ്യതകളും ഇതോടൊപ്പം തെളിയുന്നുണ്ട്. കൂടാതെ PIF അടുത്ത 10 വർഷത്തേക്ക് നികുതി ഇളവ് അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ള കാര്യം. നിക്ഷേപം വഴിയുള്ള ലാഭവിഹിതം, പലിശ, ദീർഘകാല മൂലധന നേട്ടം എന്നിവയിലാണ് നികുതി ഒഴിവാക്കുക. നേരത്തെ UAEയുടെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്കും സമാനമായ ഇളവുകൾ ഇന്ത്യ നൽകിയിരുന്നു. ആദായ നികുതി നിയമത്തിലെ ഇളവുകൾ പ്രകാരമായിരിക്കും നടപടികൾ. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കണമെന്ന് നരേന്ദ്രമോദി സൗദി അറേബ്യയോട് അഭ്യർത്ഥിച്ചിരുന്നു. പല രാജ്യങ്ങളിലും നിക്ഷേപം ഉയർത്തുകയാണ് സൗദി. പെട്രോളിയത്തിന് പുറമെ മറ്റു വരുമാന മാർഗങ്ങളും തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദിയുടെ നീക്കം. ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഇളവുകൾ അനുവദിച്ചാൽ സൗദിക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യം കൂടുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെ പ്രധാന സോവറിംഗ് ഫണ്ടുകളിൽ ഒന്നാണ് PIF. $925 ബില്യൺ ആസ്തിയുള്ള ഫണ്ടാണിത്. നിലവിൽ ചുരുക്കം ചില നിക്ഷേപങ്ങൾ മാത്രമാണ് PIF ഇന്ത്യയിൽ നടത്തിയത്. ജിയോയിൽ $150 കോടി, റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിൽ $130 കോടി എന്നിവ നിക്ഷേപിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും ആന്ധ്രയിലും എണ്ണ ശുദ്ധീകരണശാലയിൽ നിക്ഷേപിക്കാൻ സൗദി ആലോചിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് നികുതി ഇളവ് വേണമെന്നും സൗദി ആവശ്യപ്പെട്ടിരുന്നു. സൗദി ഇളവ് അനുവദിക്കുമെന്നും അണിയറയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.